പ്രിയൻ, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനങ്ങളാണ് ഇനി വരുന്നത്. അവിടെ സ്വയംഭരണാവകാശം പ്രഖ്യാപിക്കാനുള്ള പ്രമേയമൊക്കെ അവതരിപ്പിച്ചു. നിയമസഭയിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതുവഴി തമിഴ്നാടിനുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും? തമിഴ്നാട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്. അവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ ശക്തി പ്രാപിക്കുന്ന രണ്ട് കക്ഷികൾ DMKക്ക് വലിയ വെല്ലുവിളിയായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ തുടർഭരണത്തിനെ വെല്ലുവിളിക്കാൻ തക്ക പ്രാപ്തിയോടുകൂടി വിജയ് വരുമോ, അതോ അണ്ണാമലയുടെയും ADMKയുടെയും ഐക്യത്തോടുകൂടി മറ്റൊരു സഖ്യം വരുമോ, NDA സഖ്യം വരുമോ എന്നുള്ളതിൻ്റെ ഒരു വലിയ ആശങ്ക. അതെ, സ്റ്റാലിന് ഈ ആശങ്കയുണ്ട്. ഈ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന രാഷ്ട്രീയ കളികൾ മുഴുവൻ തമിഴ്നാട്ടിൽ നടത്തും. പക്ഷേ ഇതിന് ചരിത്രപരമായിട്ടും കൂടെ ചില ബന്ധങ്ങളുണ്ട്. അതായത് തമിഴ് വംശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഘയുദ്ധത്തിലേക്ക് ഇതിനെ ഒതുക്കാതെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു രീതിയിലേക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സാഹചര്യങ്ങളെ മാറ്റുക എന്ന് പറയുന്ന ലക്ഷ്യം ഈ NDA സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ചരിത്രത്തിൻ്റെ പഴയ താളുകളിലേക്ക് തിരിച്ചു പോവുകയും 1974 കരുണാനിധി നടത്തിയ അതേ നീക്കമാണ് സ്റ്റാലിൻ ഇപ്പോഴും നടത്തുന്നത്. സ്വയംഭരണം ഏതൊക്കെയാണ് സംസ്ഥാനത്തിന് കിട്ടുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങളിലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കാനായിട്ടാണ് വിദഗ്ധ സമിതിയെ പോലും നിയോഗിച്ചത്. വിദ്യാഭ്യാസം, ഭാഷാപരമായ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത്. പക്ഷേ ഇതിന് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത് തമിഴ് വംശീയ രാഷ്ട്രീയം, ഈ തമിഴ് ഭാഷാ രാഷ്ട്രീയം, ഭാഷാവാദം, ഇത്തരത്തിലുള്ള പ്രാദേശികവാദം തുടങ്ങിയ ചില പ്രവണതകളാണ്. രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനെ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നിപ്പിനെ, അതിൻ്റെ ഒരു അച്ചടക്കത്തിനെ, ഭരണഘടന എന്ന മുറവിളി കൂട്ടുന്നവര് ഭരണഘടനയുടെ പ്രാഥമികമായിട്ടുള്ള സ്വഭാവമാണ് ഐക്യം എന്ന് പറയുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഇന്ത്യ. ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ഐക്യം എന്ന് പറയുന്നതാണ്. ആ ഐക്യത്തിന് വില കൊടുക്കാത്ത രീതിയിലുള്ള പ്രവണതകളെ വളർത്തിക്കൊണ്ടുവരാനാണ് സ്റ്റാലിൻ്റെ ഈ നീക്കം ഗുണപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങളുണ്ടാകും. അതായത് ഭരണഘടനാപരമായിട്ട് തന്നെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 വിഭാഗങ്ങളായിട്ട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളിലാണ് കൂടുതലും കേന്ദ്രം ഇടപെടുന്നത്. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിൻ്റെ തന്നെ കാര്യങ്ങൾ, കൺകറന്റ് ലിസ്റ്റിൽ 2 പേർക്കും അവകാശങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ വലിയ പഠനമാണ് സ്റ്റാലിൻ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വയംഭരണം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സെപ്പറേറ്റിസത്തിൻ്റെ ഒരു ചുവയുണ്ട്. പണ്ട് അത് വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആ സെപ്പറേറ്റിസത്തിൻ്റെ ചുവ. അത് മുമ്പ് LTT ഒക്കെ എടുത്ത് ഉപയോഗിച്ചതും പിന്നെ ഓട്ടോണമസ് സ്വയംഭരണത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് ഈ പറയുന്ന പഞ്ചാബിലും അതേ വാദങ്ങളൊക്കെ കേട്ടതാണ്. പക്ഷെ അതിനെ ഇന്ത്യ ശക്തമായി നേരിട്ടിട്ടുമുണ്ട്. അത് എവിടെയൊക്കെ സ്വാതന്ത്ര്യലബ്ധിയോട് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഈ പറയുന്ന നമ്മുടെ എന്തിനേറെ തിരുവിതാംകൂറിൽ പോലും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനൊരു ഉപകത കാണിച്ചപ്പോൾ മേനോൻ അന്ന് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിനോട് പറഞ്ഞത്, പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡൽഹിയിൽ അറിയിച്ചോളാം. ഡൽഹിയിൽ അറിയിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സൈന്യം വരികയാണ്. അപ്പോൾ അതാണ്. ഇപ്പോൾ ഖാലിസ്ഥാൻവാദികൾ ഇതേ സ്വഭാവം ഉയർത്തിയപ്പോൾ ധീരമായി അതിനെ ചെറുത്ത ഒരു പാരമ്പര്യവും കൂടെ ഉണ്ട്. അടുത്ത കാലഘട്ടത്ത് ബംഗ്ലാദേശിന്റെ വിമോചനമടക്കം സാധ്യമാക്കിയ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇത്തരം തിട്ടൂരങ്ങളൊന്നും ഭാരതത്തിന്റെ ഐക്യത്തിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. ഈ വംശീയമായിട്ടുള്ള ചില മുറവിളികൾ മാത്രമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇവർ വർഗീയതയെ എതിർക്കാൻ നിൽക്കുന്നവരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക, ഏറ്റവും വലിയ വർഗീയതയുടെയും വർഗീയതയേക്കാൾ അങ്ങേയറ്റം കൊടികുത്തു നിൽക്കുന്ന വംശീയതയുടെ രാഷ്ട്രീയത്തെ വെച്ച് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം അപകടകരമായ വിഘടിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയാൻ വേറെ ഇല്ല എന്നുള്ളതാണ്. അല്ല, DMKയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ CPM ഉണ്ട്, CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. എല്ലാ അംശങ്ങളും അതിനകത്ത് വന്ന് വീഴുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റാലിൻ ഈ പറയുന്നത് പോലെ നഗര കേന്ദ്രീകൃതമായി കുറേ വികസനം നടത്തിയതൊഴിച്ചാൽ ബാക്കി അവിടെയൊന്നും ഒരു വികസനവും ഇല്ലെന്നാണ് അവിടെയുള്ള ജനങ്ങൾ പോലും പറയുന്നത്. കാരണം അവിടെ അണ്ണാമലയുണ്ടാക്കിയ തരംഗമൊക്കെ വളരെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ വിജയും വരുന്നുണ്ട്. വിജയ് ഇപ്പം അവസാന സിനിമയുടെ ഇത് കഴിഞ്ഞാൽ വിജയ് പൂർണ്ണ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കും. സ്വാഭാവികമായും ഇനി അങ്ങോട്ട്
സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനങ്ങളല്ലേ കടന്നു വരുന്നത്. വെല്ലുവിളികളാണ് ഇനി വെല്ലുവിളിയുടെ കാലമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. മകൻ കൊണ്ടുവന്ന പല നയങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും പോലും തമിഴ്നാട്ടിൽ വലിയ വിവാദമായിരുന്നു. കുടുംബവാഴ്ചയുടെ കെട്ടകാലം എന്ന വിമർശനം തമിഴ്നാട്ടിൽ ഉയരുകയാണ്. കരുണാനിധിയുടെ കാലത്ത് പോലും ഇത്രയും വലിയ വിമർശനം DMK-ക്ക് നേരെ ഉണ്ടായിട്ടില്ല. കാരണം ഉദയനിധി സ്റ്റാലിൻ പൂർണ്ണമായിട്ടും പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൈകടത്തുന്നു. പാർട്ടിയിലെ ഉന്നതരായ നേതാക്കളെ, പണ്ട് സഞ്ജയ് ഗാന്ധി ഏത് വിധത്തിൽ കോൺഗ്രസിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർമാരെ പോലും പിടിച്ച് നിയന്ത്രിച്ചു, അതേപോലെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ വലിയ രീതിയിലുള്ള സ്വാധീനം നടത്തുന്നുണ്ട്, നിയന്ത്രണം നടത്തുന്നുണ്ട്, ഭരണം നടത്തുന്നുണ്ട്. ആരുടെ മേലെയും ഏത് തരത്തിലുള്ള അധികാരവും പ്രയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് ഉദയനിധി സ്റ്റാലിൻ മാറുന്നുണ്ട്. അപ്പം ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അപക്വമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് DMK പോകുമെന്നുള്ള ഒരു പ്രവണത കൂടി തമിഴ്നാടിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ അതിൽ വിശ്വാസ്യത കുറയും. തമിഴ്നാട് ജനത DMK-യിൽ അർപ്പിക്കുന്ന വിശ്വാസ്യത കുറയുന്നതോടുകൂടി മറ്റ് രണ്ട് ഭാഗത്ത് നിൽക്കുന്നവർ വരും. അപ്പോൾ ഈ ഒരു കേരളം ഇപ്പോൾ ഒരു ത്രികോണ മത്സരങ്ങളിലേക്ക് പല മണ്ഡലങ്ങളും പോകുന്ന, അല്ലെങ്കിൽ പല ഭാഗങ്ങളും പോകുന്നത് പോലെ തമിഴ്നാടിൽ ഒരു ഇരു കക്ഷികൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് ഒരു 3 കക്ഷികൾ ചേർന്നുള്ള ത്രികോണ മത്സരത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം പോകുന്നുള്ളതിൽ സംശയമില്ല. അതിൽ ഈ സ്റ്റാലിൻ ഉയർത്തുന്ന ഈ പറയുന്ന സെപ്പറേറ്റിസത്തിൻ്റെ ചൊവ്വയുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കാനിടയുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് ആണ്. അതായത് ഒരിക്കലും ഭിന്നിപ്പിക്കാൻ കഴിയാത്ത ഒരു കേന്ദ്രഭരണവും ഇല്ലെങ്കിൽ ഒരു രാജ്യവും അതിനകത്ത് നമുക്ക് പുനർനിർണ്ണയിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളും എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ് അടിസ്ഥാനപരമായി. നമുക്ക് സംസ്ഥാനത്തിന്റെ അതിർത്തികളെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തന്നെ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളുടെ സമ്മതത്തോടു കൂടി തിരുത്തി എഴുതാവുന്നതാണ്. ഭാഷാപരമായ സംസ്ഥാനങ്ങൾ തന്നെ വേണമെന്ന നിർബന്ധമില്ലായിരുന്നു. അതല്ലാത്ത ആശയങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ഐക്യത്തിന് 2 ഭാഷ ചേർന്ന ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ഉയർത്തിയ ആൾക്കാർ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം വിട്ട് ഭാഷാ സങ്കുചിതത്തിലേക്കും, എന്തിനേറെ ഹിന്ദി പ്രചാര സഭയുടെ ആൾക്കാരെ തമിഴ്നാട്ടിൽ മദ്രാസിലൊക്കെ മർദ്ദിച്ച സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഭാഷാ സങ്കുചിതത്തിലേക്ക്, ഭാഷ എന്ന് പറയുന്ന വിശാലമായ മനുഷ്യന്റെ ബുദ്ധിയുടെ ഏറ്റവും വലിയ വരദാനമായിട്ടുള്ള ഭാഷയെ പോലും സങ്കുചിതാവസ്ഥയിലേക്ക് നയിക്കാനും, ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴാണല്ലോ. അതെ, വളരെ പഴക്കമുള്ള ഭാഷയാണ്. അപ്പോൾ അത്രയേറെ മഹത്തായ പാരമ്പര്യമുണ്ട്. ആ മഹത്വത്തെ മുഴുവൻ ഇല്ലാതാക്കി സങ്കുചിതത്തിലേക്ക് നയിക്കാനും ഈ പറയുന്ന ഏറ്റവും വിഷലിപ്തമായ വംശീയ രാഷ്ട്രീയത്തെ എടുത്തു പ്രയോഗിക്കാനും സ്റ്റാലിൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ ഭാരതീയർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല. അല്ല, മറ്റൊന്നെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എപ്പോഴും ഈ സ്റ്റാലിനെ അനുകരിക്കുന്ന ഒരു പതിവ് പിണറായി വിജയൻ പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ശ്രദ്ധിച്ചറിയാം. മുൻപൊക്കെ ഈ സ്റ്റാലിന് വലിയ പ്രാധാന്യം പിണറായി വിജയൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം നടപടികളിലേക്ക് സ്റ്റാലിൻ്റെ ഇത്തരം ഈ മകൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടു അതൊക്കെ വന്നതോടുകൂടി സ്റ്റാലിനോടുള്ള ആ ഒരു പഴയ ഇഷ്ടം പിണറായി വിജയന് ഇപ്പം ഇല്ലാതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് സ്റ്റാലിൻ തുടരുന്ന ചില രീതികളുണ്ട്. അതായത് സ്റ്റാലിൻ ഇപ്പം നമ്മൾ പറയുന്നല്ലോ ഒറ്റയാനെന്നൊക്കെ പറയുന്ന പോലത്തെ ചില നിലപാടെടുത്താണ് പോകുന്നത്. ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന വിളിപ്പേരിൽ പിണറായിയും ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമത്വത്തിന് ഇവർ തമ്മിലുള്ള ഈ മമതയ്ക്ക് ഒരുപാട് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന വേദികളിലൊന്നും എൻ്റെ പേര് സ്റ്റാലിനാണ്, അത് തന്നെയാണ് ഞാൻ കമ്മ്യൂണിസവുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ ആളും പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധത്തിന് ഊഷ്മളത കുറയുന്നതായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കേരളം എന്ന് പിണറായി കരയുന്നുണ്ട്, തമിഴ് എന്ന് സ്റ്റാലിൻ കരയുന്നുണ്ട്. എങ്കിലും ഇവർക്ക് തമ്മിൽ പോലും ഒരുമിക്കാൻ കഴിയാത്ത ഒരു അകൽച്ച ഇവർക്കിടയിൽ രൂപപ്പെടുന്നതായിട്ടുള്ളത് അത് വാസ്തവം തന്നെയാണ്. ഏതായാലും തമിഴ്നാടിൻ്റെ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതെ, തീർച്ചയായും.